ഹലോ ഗൈസ്, ക്രിപ്റ്റോമേനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോട്ട് ഗെയിംസിൻ്റെ ഭാഗമായിട്ട് നോട്ട് ഗെയിംസിൻ്റെ ഫസ്റ്റ് ഗെയിമായിരുന്ന ലോസ്റ്റ് ഡോഗ്സിൽ നമ്മൾ പലർക്കും ഫ്രീ ആയിട്ട് നോട്ട് കോയിൻസും അതുപോലെ തന്നെ പല ടോക്കൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോട്ട് കോയിൻസ് അവർ ഡെപ്പോസിറ്റ് ചെയ്ത് കളിച്ചവരുണ്ട്, അതുപോലെ ഫ്രീ ആയിട്ട് ഏൺ ചെയ്തവരുണ്ട്. അപ്പോൾ അതെങ്ങനെ ക്ലെയിം ചെയ്യാം, അതുപോലെ തന്നെ ലോസ്റ്റ് ഡോഗ്സിൽ ഫ്രീ ആയിട്ട് NFTs കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, NFTs രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമ്മൾ ടെലഗ്രാമിലായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിലും ഇൻസ്റ്റയിലൊക്കെ ഇല്ലാത്തവർക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള നോട്ട് കോയിൻ എങ്ങനെ ക്ലെയിം ചെയ്യാം, അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള NFT നിങ്ങൾക്ക് എങ്ങനെ സെൽ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് കേസുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് ഈ നോട്ട് കോയിൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത്. മെയിനായിട്ട് നമ്മളിതിൽ ഫാം ചെയ്തിരുന്ന ടോക്കൺ എന്ന് പറയുന്നത് വുഫ് എന്ന് പറഞ്ഞ ടോക്കണാണ്. അതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ടോക്കൺ വരുന്നത്. അതിവിടെ മുകളിൽ കാണാൻ പറ്റും 1916. അതാണ് ഈ ഒരു അക്കൗണ്ടിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കളിച്ചവർക്കാണ് കൂടുതൽ എൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക. നോട്ട് കോയിൻ ഓട്ടോമാറ്റിക്കലി ഈ വുഫ് എന്ന് പറഞ്ഞ ടോക്കൺ കിട്ടുന്നതിനൊപ്പം നമുക്കൊരു ആഡഡ് ബോണസ് പോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പലർക്കും പല എമൗണ്ടിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ അത് എങ്ങനെ ക്ലെയിം ചെയ്യാം, അതിന് മുന്നേ ക്ലെയിം ചെയ്ത ഉപകാരം ഉണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് നോട്ട് കോയിൻ എങ്ങനെ ക്ലെയിം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രൊഫൈലിൽ പോവുക. നിങ്ങളെ ലോസ്റ്റ് ഡോഗ്സിൻ്റെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുക്കുമ്പോൾ കാണാൻ പറ്റും എത്ര നോട്ട് കോയിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് കാണാൻ പറ്റും. ഓക്കെ, 29.3 നോട്ട് കോയിനാണ് ഇതിൽ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയുള്ളത്. അത് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് അതിന് മുന്നേ നിങ്ങൾ ചെയ്യണം, ഇവിടെ വാലറ്റ് കണക്ട് ചെയ്തെന്ന് നോക്കണം. ഓക്കെ, ഞാനിതിലിപ്പോൾ വാലറ്റ് കണക്റ്റഡ് അല്ല, അത് നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അത് ഡിസ്കണക്ട് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറെ വാലറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ വാലറ്റ് ഓൾറെഡി എല്ലാവരും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏത് വാലറ്റ് വേണമെങ്കിലും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ ടെലഗ്രാം വാലറ്റ് കണക്ട് ചെയ്യാണ്. ഓക്കെ, കണക്ട് കൊടുക്കുന്നു. ഓക്കെ, വാലറ്റ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തു. അപ്പോൾ അതിൽ ചെറുതായിട്ട് നോട്ട് കോയിൻ അല്ല ടോൺ കോയിൻ ഗ്യാസ് ഫീ ആയിട്ട് നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടാവണം എന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാലറ്റ് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലെയിം ഓപ്ഷനിൽ പോയിട്ട് ക്ലെയിം കൊടുക്കുക. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് ക്രിയേറ്റിംഗ് ട്രാൻസാക്ഷൻ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ഇതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് റിസീവിങ് ഇത്ര നോട്ട് കോയിൻ നമുക്ക് കിട്ടും. അപ്പോൾ കോൺട്രാക്റ്റ്, ഓക്കെ, കോൾ കോൺട്രാക്റ്റ് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, അത് 0.06 ടോണാണ് നമുക്കിതിന് ഒരു ഫീ പോലെ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് അത്രയും നോട്ട് ടോൺ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം മിനിമം. ഇത് പല സമയത്ത് പല ഇതായിരിക്കും കേട്ടോ ഗ്യാസ് ഫീ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 29 നോട്ട് എന്നുള്ള ഈ കോയിൻസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ എടുക്കുക. എന്നിട്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കാൽക്കുലേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് 29 നോട്ട് കോയിനാണ്. അതിൽ 30 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു. ഒരു നോട്ട് കോയിൻ്റെ കറണ്ട് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 0.0087 ആണ്. ഓക്കെ, 87 ആണ് ഒരു നോട്ടിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 30 നോട്ട് കോയിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എത്ര വരുന്നുള്ളൂ, $0.2 വരുന്നുള്ളൂ. ഈ $0.2 എന്ന് പറയുന്നത് ഒരു ചെറിയ എമൗണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിന് ഗ്യാസ് ഫീ ആയിട്ട് വരുന്നതോ 0.06 ആൻഡ് ഈ ഒരു ട്രാൻസാക്ഷൻ 0.06 ടോൺ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 30 നോട്ട് കോയിനാണ്. ആ 30 നോട്ട് കോയിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ എപ്പോഴാണ് ഇത് ട്രാൻസാക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതേസമയം നിങ്ങൾക്ക് ഇവിടെ ട്രാൻസാക്ഷൻ ഫീ ആയി വരുന്ന ടോൺ അത് എത്രയാണ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉള്ളത് അതും കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷൻ ഫീ അതിൽ കിഴിച്ച ലാഭമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലെയിം പ്രോസസ്സ് ചെയ്തിട്ട് നോട്ട് കോയിൻ നിങ്ങൾ വിഡ്രോ ചെയ്തോളൂ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട് കോയിനുകളും കൂടുതലാണ് ഗ്യാസ് ഫീ എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്ര ലേറ്റ് ആയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇനി 1-2 ഇവൻറ്റ്സ് ഇതിനുള്ളിൽ വരാനുണ്ട് കറൻലി. പിന്നെ അതുപോലെ വുഫ് ടോക്കൻ്റെ ലിസ്റ്റിംഗ് കൂടി വരാനുണ്ട്. അപ്പോൾ നോട്ട് കോയിൻ്റെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് അവർ ക്ലെയിം ചെയ്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇത് ചെയ്യുന്നുണ്ട്. നമുക്കിത് ലാഭമൊന്നുമല്ല, ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് ചെയ്യുന്നു. അപ്പോൾ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അടിച്ചു കൊടുത്ത് എന്ത് ചെയ്യും, ആ ഒരു ആക്ഷൻ ട്രാൻസാക്ഷൻ നടക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിലേക്ക് 29 നോട്ട് കോയിൻ വരും. നമ്മുടെ ഇന്ന് 0.06 അത് എത്രയാണോ ആ ടൈമിൽ വരുന്നത് ആ ഒരു എമൗണ്ട് ഓഫ് ടോക്കൺസ് അവർ ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ മുന്നേ ഉണ്ടാകുന്ന പോലെ ഇത്ര നോട്ട് കോയിൻ എന്നുള്ള ബാലൻസ് കാണിക്കണില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയറായിട്ട് നമ്മൾ ചെയ്യണത് ഫ്രീ NFTs കിട്ടുകയാണ്. ഓക്കെ, ഫ്രീ NFTs ആയിട്ട് ലെജൻഡറി അതുപോലെ തന്നെ റയർ അങ്ങനെയൊക്കെ കോമൺ പല കാറ്റഗറീസുള്ള NFTs കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ സെല്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്.
സോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോസ്റ്റ് ഡോഗ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫ്രീ NFT എങ്ങനെ സെൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ടെലഗ്രാം വാലറ്റിക്കാണ് ഈ ഒരു NFT കളക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ടെലഗ്രാം വാലറ്റ് ടോൺ സ്പേസിൽ പോയാൽ നമുക്കത് കാണാൻ പറ്റും കളക്ട് ചെയ്ത NFT. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള NFT ലോസ്റ്റ് ഡോഗ്സ്. ആ കളക്ഷൻ്റെ പേരാണ് ലോസ്റ്റ് ഡോഗ്സ് ദ ഹിൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് വാലറ്റിക്കാണ് നിങ്ങളുടെ NFT കളക്ട് അല്ലെങ്കിൽ ക്ലെയിം ചെയ്തെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് വേറെ വാലറ്റിക്കാണെങ്കിൽ അതിലെന്ത് ഉണ്ടാവും NFT അല്ലെങ്കിൽ കളക്റ്റബിൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിലായിരിക്കും ഈ ഒരു NFT നിങ്ങൾക്ക് കാണാൻ പറ്റാം. ഇനി നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ലിങ്ക് വഴി ജോയിൻ ചെയ്യുമ്പോൾ പോകുന്ന സൈറ്റ് ഗെറ്റ് ജംസ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. അത് ടോൺ നെറ്റ്വർക്കിലത്തെ NFT സൈറ്റാണ്. ഓക്കെ, NFT മാർക്കറ്റ് പ്ലേസ് ആണ്. NFTs ടോൺ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന പല പ്രോജക്റ്റുകളിലും NFTs ഒക്കെ സെല്ലും ബൈ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സൈറ്റാണ്. നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ NFT ഏത് വാലറ്റിലാണോ ആ വാലറ്റാണ് നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു എൻ്റെ ടെലഗ്രാം വാലറ്റിലാണ് ഇത് എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്ന വാലറ്റ് എന്തായിരിക്കണം, ടെലഗ്രാം വാലറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ടോൺ കീപ്പറിലൊക്കെയാണ് നിങ്ങൾ ആ NFT ക്ലെയിം ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ടോൺ കീപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് വാലറ്റിലാണ് NFT എടുക്കുന്നത് ആ വാലറ്റാണ് ഈ ഗെറ്റ് ജംസ് എന്ന് പറഞ്ഞൊരു NFT മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണും, നമ്മുടെ പ്രൊഫൈലിലേക്കുള്ള ഓപ്ഷനാണ്. അത് എടുക്കുക. ഇവിടെ ഓപ്പൺ പ്രൊഫൈൽ ഉണ്ടായിരിക്കും, ഓപ്പൺ പ്രൊഫൈൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കുക. അത് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്ത വാലറ്റിൻ്റെ പ്രൊഫൈലാണ് കാണിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് കാണിക്കുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചെന്ന NFT എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കാണാൻ പറ്റും നോട്ട് ഫോർ സെയിൽ. അതായത് നമ്മൾ സെയിലിനൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇവിടെ ടിക്ക് മാർക്ക് കൂടി കാണാൻ പറ്റും. ഓക്കെ, ഒരു വെരിഫിക്കേഷൻ്റെ സൈനാണ്. അപ്പോൾ അതിനർത്ഥം പറഞ്ഞല്ല ഇത് ഒരു വെരിഫൈഡ് NFT കളക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു NFT നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, NFT ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കാണാൻ പറ്റും. NFT അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ താഴെ വരുമ്പോൾ എന്ത് ചെയ്യണ്ടോ, ട്രാൻസ്ഫർ NFT, ക്ലെയിം NFT എന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ക്ലെയിം NFT ആണ്. ഓക്കെ, ഈ ഒരു സംഭവം നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയതാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ഗെറ്റ് ജംസ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് പ്ലേസിൽ ഇതിനെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഈ NFT കളക്ഷൻ വെരിഫൈഡ് ആണ്. പക്ഷേ ഈ ഒരു NFTൻ്റെ വെരിഫിക്കേഷൻ നമ്മുടെ അക്കൗണ്ടിലുള്ള ഈ NFT നമുക്ക് വെരിഫൈ ചെയ്ത് ഒഫീഷ്യലി ക്ലെയിം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ക്ലെയിം NFT കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഓഫ് ടോൺ ഫീ നമുക്കിവിടെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ അവർ പറഞ്ഞത് ഗോ ടു വാലറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത വാലറ്റിക്ക് പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു 0.075 ടോണാണ് അവർ ചോദിക്കുന്നത്. ചെറിയൊരു എമൗണ്ട് ആണ്. അത് നമ്മൾ കൺഫേം കൊടുത്താൽ ആ ഒരു ട്രാൻസാക്ഷൻ ഓക്കെ ആയിട്ട് വരും. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഓക്കെ ബാക്ക് ടു ഗെറ്റ് ജംസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്കിങ് പേയ്മെൻറ്റ്സ് പോകുന്നുണ്ടാവും. ഒരു ജസ്റ്റ് ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ നേരത്തെ അവിടെ NFTയുടെ താഴെ വന്നിട്ടുന്ന ഓപ്ഷൻസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ NFT അതുപോലെ തന്നെ ക്ലെയിം NFT ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ പേയ്മെൻറ്റ് ഓക്കെ ആയ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, NFT ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, അപ്പോൾ NFTയുടെ ക്ലെയിമിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി കാണാൻ പറ്റും. ഇവിടെ പുട്ട് ഓൺ സെയിലിന് ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ക്ലെയിം NFT എന്നുള്ള ഓപ്ഷൻ പോയി നമ്മൾ ഓൾറെഡി ക്ലെയിം ചെയ്തുകൊണ്ട് ആ പുട്ട് ഓൺ NFT. ഓക്കെ, അപ്പോൾ നമ്മൾ പുട്ട് ഓൺ NFTയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷനും ഉണ്ടായിരിക്കും, അതുപോലെ ഫിക്സഡ് പ്രൈസും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫിക്സഡ് പ്രൈസ് ആണ്. ഫിക്സഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഒരു ഞെക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ടോണാണ് കേട്ടോ അത്. ഓക്കെ, ടോണിലാണ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഞാനിതിപ്പോൾ 0.3 എന്ന് കൊടുത്താൽ എന്താണ് 0.3 ടോൺ എന്ത് ചെയ്യും, നമുക്ക് സെല് ചെയ്യാൻ പറ്റും. 0.3 ടോണിനാണ് സെല് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒരു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ടോണാണ് കിട്ടുക, 0.25 ടോണാണ് കിട്ടുക. 0.3ക്ക് നമ്മൾ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ സെല്ല് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇഷ്ടമുള്ളൊരു വിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെല്ല് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പക്ഷേ ഇഷ്ടമുള്ള വിലയ്ക്ക് ഇത് സെല്ലിങ്ങിന് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങണമെന്നുള്ളത് വേറെ ബയേഴ്സിൻ്റെ ആവശ്യത്തിനാണ്. നമ്മുടെ NFT ആവശ്യക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആവശ്യക്കാരത് എത്ര എമൗണ്ട് ആണെന്ന് വെച്ചാൽ കൊടുത്ത് വാങ്ങും. ഇനി ഭയങ്കര റയർ NFTs ഒക്കെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പുട്ട് ഓൺ സെയിലിൽ തന്നെ ഓപ്ഷണൽ ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷണൽ ഇതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ് പല പല ബയേഴ്സ് ഇത് പല പല റേറ്റിന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു മിനിമം ബിഡ് കൊടുക്കാൻ പറ്റും. മിനിമം ബിഡ് എന്ന് പറഞ്ഞാൽ മിനിമം അത്രയെങ്കിലും വേണം. ഓക്കെ, അപ്പോൾ അതിന് മോളിക്ക് ലാലം വിളിക്കാൻ ഉദ്ദേശിക്കുന്നവർ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഒരു ബിഡിങ് പ്രൈസ് വയ്ക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിമം എമൗണ്ട് സെറ്റ് ചെയ്തിടുവാണെങ്കിൽ ഓപ്ഷനും വെക്കാൻ പറ്റും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് മതി എന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫിക്സഡ് പ്രൈസിൽ അത് സെയിലിന് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ
നിങ്ങൾ വെക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മെയിൻ ഇൻ്റർഫേസിൽ പോവുക, സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ലോസ്റ്റ് ഡോഗ്സ് എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, ലോസ്റ്റ് ഡോഗ്സ് അടിച്ചു കൊടുക്കുമ്പോൾ കാണാൻ പറ്റും ലോസ്റ്റ് ഡോഗ്സ് ഉണ്ട്, പിന്നെ ലോസ്റ്റ് ഡോഗ്സ് ദ ഹിൻഡ് എന്നുണ്ട്. ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള NFT കളക്ഷൻ കേട്ടോ. ലോസ്റ്റ് ഡോഗ്സ് ദ ഹിൻഡ് അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ NFT കളക്ഷൻസത്തെ പല NFTസും ഇവിടെ സെയിലിന് വെച്ചുകൊണ്ടത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരേ ടൈപ്പുള്ള NFTs പലരും പല റേഞ്ചിനായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസിനാണ് നമുക്ക് സെല്ലിന് ഇവിടെ വെക്കാൻ പറ്റുക, അല്ലെങ്കിൽ സെയിലിന് ഇവിടെ വെക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അത് വാങ്ങണ്ടയോ എന്നുള്ളത് എന്താണ് മാർക്കറ്റിലത്തെ ബയേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിക്കും. അപ്പോൾ പലതരത്തിലുള്ള NFTs കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു NFT ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിവിടെ 0.23 ടോണിന് വിൽക്കാൻ വെക്കുന്നവരുണ്ട്, അതുപോലെ 0.2 ടോണിനും സെല് ചെയ്യാൻ വെച്ചിട്ടുള്ളവരുണ്ട്. ഓക്കെ, പല NFTസിന് പല ഇതാണ്. അപ്പോൾ നിങ്ങളിത് ഓപ്ഷനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഫിക്സഡ് പ്രൈസിൽ നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ NFT എന്ത് ചെയ്യുക, ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് ഈ മാർക്കറ്റ് പ്ലേസ് വരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റും നിങ്ങളുടെ NFTക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ആ ഒരു വാല്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സെയിലിനായിട്ട് ഇവിടെ വെക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു ബയ്യർ വരുന്ന സമയത്ത് ആൾ ആ ഒരു എമൗണ്ട് തന്ന് ബൈ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു എമൗണ്ട് നമ്മുടെ കണക്റ്റഡ് വാലറ്റിക്ക് വരും. ഇതാണ് നോർമൽ പ്രൊസീജിയർ. ഓക്കെ, ഇതിൽ പിന്നെ ഓപ്ഷൻ്റെ കേസുള്ളത്, ഓപ്ഷൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനിമം എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് വെക്കും. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ ആ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ് ആവും. അതിന് മുന്നായിട്ട് ആ ഒരു ഓപ്ഷൻ തീരുന്നതിന് മുന്നായിട്ട് ഒരാൾ നമ്മൾ വെച്ചുള്ള മിനിമം എമൗണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതലോ ഒരു ലേലം പോലെ വിളിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ NFT സെയിലായി പോവും. അയാൾ എത്ര രൂപയ്ക്കാണോ ഓപ്ഷനിൽ ബിഡ് ചെയ്തത് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണിത് സെയിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു എമൗണ്ട് 0.2 ടോണാണ് ഇവിടെ ഫ്ലോർ പ്രൈസ് വരുന്നത്. ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ മിനിമം അത്രയാണ് വരുന്നത്. ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും കുറവ് വില 0.2 ആണ്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും വെക്കാം, 1 ടോൺ വരെ വെക്കാം. പക്ഷേ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള NFTസിന് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസിനനുസരിച്ച് വെച്ചാലാണ് ഇത് സെയിലായിട്ട് പോകുള്ളൂ. ഇവിടെ കാണാൻ പറ്റും മൊത്തത്തിൽ 7,29,000 NFTs ആണ് ഈ ഒരു കളക്ഷനിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയുള്ള NFTസിന് റാരിറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള NFTസിൻ്റെ പ്രൈസിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിലിന് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് കളക്ഷനിൽ ഇപ്പോൾ വെക്കാം. ഭാവിയിൽ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട്.